നമുക്ക് ആർക്കും ആശയപരമായി ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണല്ലോ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഇവിടെ ശബ്ദിച്ചപ്പോൾ ഇവിടെയുള്ള ഷാഫി, ഹനഫി, എപി, ഇകെ എന്നുള്ള വ്യത്യാസമില്ലാതെ സർവ്വതും ഒരുമിച്ച് കൂടിയത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയതാണ് ഇതവരെ കൊണ്ട്. നമ്മുടെ ഐക്യം ഇവിടെ മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിനെതിരെ ആര് ശബ്ദിച്ചാലും, അത് പുത്തനാശയക്കാരാവട്ടെ അല്ലെങ്കിൽ അവരോട് ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിച്ച് അസംബ്ലിയിലോ പാർലമെന്റിലോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുന്നി നേതാക്കൾക്ക്, സുന്നി പണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുമ്പോൾ അവർ കൊഞ്ഞനം കാട്ടുക. മാത്രമല്ല, ദീനിന്റെ കാര്യം പറയുമ്പോൾ അതവർക്ക് പറ്റിയില്ലെങ്കിൽ വിലങ്ങിടാൻ, മൂക്കയറ് പിടിക്കാൻ വേണ്ടി വരിക, ഭീഷണിപ്പെടുത്തുക. ഞങ്ങൾ അണികളെ നേരിടിക്കുന്നു, അണികളെ കൊണ്ട് ഭീഷണിപ്പെടുത്ത ആരെ? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ. എന്തിന്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞതിന് വേണ്ടി. നിങ്ങൾക്ക് എവിടുന്ന് അണികളെ കിട്ടി? നിങ്ങൾ എങ്ങനെ നേതാക്കളായി? സുന്നികളായ ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ നിങ്ങൾ നേതാക്കളായത്? ഇപ്പോഴല്ലേ നിങ്ങൾക്ക് അണികൾ ഉണ്ടായത്? ഇൻഷാ അല്ലാഹ് നിങ്ങളെ ആ സ്ഥാനവും അണികളെയും ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ ശബ്ദിച്ചാൽ എത്ര വലിയ നേതാവാണെങ്കിലും നിങ്ങളെ ഇരുത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഇരുത്തും. അതിനു വേണ്ടി ഞങ്ങൾ ഐക്യമുണ്ടാക്കുമെന്നോ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് അസംബ്ലിയിലെത്തിയപ്പോ ഒരു നേതാവ് പോകും. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അണികളെ കൊണ്ട് നേരിടും. എവിടെ നിന്ന് അണികളെ കിട്ടി? നിങ്ങൾ മനസ്സിലാക്കൂ, സുന്നികളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ജമമുജ പോലെയുള്ള ഉത്തരാശയക്കാരെ വോട്ട് എത്ര % ഉണ്ടാകും? പിന്നെ നിങ്ങൾ അസംബ്ലി കാണുമോ? ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായും നിങ്ങൾ ആ സ്ഥാനം പിന്നെ നിങ്ങൾ കാണലുണ്ടാവൂല ഒരിക്കലും. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഐക്യപ്പെടും. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഐക്യപ്പെടുന്നുണ്ട്, ഐക്യത്തിന്റെ സംസാരം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത നടപ്പിൽ വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് എന്താണ്? ആ സുന്നത്ത് ജമാഅത്ത്